ലൈവിൽ ഇന്ന് ആദിലയും നൂറയും തമ്മിൽ ഒരു വഴക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. ആദിലയെ കുറ്റപ്പെടുത്തിയായിരുന്നു നൂറ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു വഴക്ക് കാരണം ആദില ഇന്ന് ഭക്ഷണം പോലും കുറച്ച് സമയത്തേക്ക് കഴിക്കാതിരുന്നിട്ടുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇന്ന് ബിഗ് ബോസ് ഇവർക്ക് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇൻഡിവിജ്വലായിട്ട് കളിക്കേണ്ട ഒരു ഗെയിം ആയിരുന്നു. മാത്രമല്ല ഇൻഡിവിജ്വലായിട്ട് കൂടുതൽ പോയിന്റ് ലഭിക്കുന്ന ആൾക്ക് ഈ ടിക്കറ്റ് ടു ഫിനാലയിലേക്ക് വരുമ്പോൾ അതൊരു പ്രത്യേക ഒരു ബോണസ് അല്ലെങ്കിൽ ഒരു പ്രത്യേക എന്തെങ്കിലും ഒരു ബെനിഫിറ്റ്സും കൂടെ ലഭിക്കും എന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇൻഡിവിജ്വലായിട്ട് കളിക്കേണ്ട ഈ ഒരു ഗെയിമിൽ ആദില ഗ്രൂപ്പിസം കാണിച്ചു. അതായത് ഇവിടെ നൂറയെ ജയിപ്പിക്കാൻ വേണ്ടി ആദില ഒരു ചീപ്പ് ഗെയിം കളിച്ചു. അതിവിടെ നൂറയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് ആദിലയുമായിട്ട് നൂറ സംസാരിക്കുന്നുണ്ട്. ആ ഒരു ഗെയിം എനിക്ക് തീരെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ നൂറ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ ഒരു വാക്ക് തർക്കവും വഴക്കൊക്കെ ഉണ്ടാവുന്നത്. ഇന്ന് ബിഗ് ബോസ് ഇവർക്ക് നൽകിയത് പറക്കും തളിക എന്ന് പറയുന്ന ഒരു ടാസ്ക് ആയിരുന്നു. അതായത് ഗാർഡൻ ഏരിയയിൽ പല ഭാഗത്തു നിന്നും പല സമയത്തും ബോളുകൾ അവിടേക്ക് വീഴും. ആ ഒരു ബോൾ കളക്ട് ചെയ്ത് കൂടുതൽ പോയിന്റുകൾ കരസ്ഥമാക്കുന്ന വ്യക്തിയായിരിക്കും ആ ഒരു ടാസ്കിലെ വിജയി. ഇവിടെ ആദ്യത്തെ റൗണ്ടിൽ തന്നെ ആദിലയ്ക്ക് വലിയ രീതിയിലുള്ള ബോളൊന്നും കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നൂറയ്ക്ക് അത്യാവശ്യം ബോളുകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആദില അവിടെ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് നൂറയെ ജയിപ്പിക്കാൻ വേണ്ടി ആദില കളക്ട് ചെയ്ത ബോൾ കൂടെ ബോക്സിലേക്ക് കൊണ്ടിടുന്നു. അതാണ് ഇവിടെ നൂറയ്ക്ക് ഇഷ്ടപ്പെടാതിരുന്നത്. ഈ ഒരു കാര്യമാണ് നൂറ ആദിലയോട് സംസാരിക്കുന്നതും അവർ തമ്മിൽ ചെറിയ വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള കാരണമായതും. ഇവിടെ എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ആദിലയ്ക്ക് എങ്ങനെയെങ്കിലും നൂറയെ ജയിപ്പിക്കണം. അതിനുവേണ്ടി കളിച്ച ഒരു ചീപ്പ് ഗെയിമാണ് ഇന്ന് ഉച്ചയ്ക്ക് നടന്നിട്ടുണ്ടായിരുന്നത്. ഇവർ തമ്മിൽ അത്രയ്ക്കും അടുത്ത ബന്ധമുണ്ട്, പാർട്ട്നേഴ്സ് ആണ്, ഒക്കെ സമ്മതിച്ചു. പക്ഷേ ഇത് ബിഗ് ബോസ് ഹൗസ് ആണ്. ഇവർ ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കാനാണ് അവിടെ വന്നിരിക്കുന്നത്. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ഇവർ ഒരു കണ്ടസ്റ്റൻസ് ആയിട്ടായിരുന്നു മത്സരിച്ചത്. പക്ഷെ ഇപ്പൊ അവര് രണ്ടുപേരും രണ്ട് മത്സരാർത്ഥികളാണ്, ഇൻഡിവിജ്വൽ ആയിട്ടാണ് കളിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഗെയിമിനെ ഗെയിമായിട്ട് കാണാൻ പഠിക്കണം. അല്ലാതെ ഇങ്ങനെയുള്ള ഒരു ഗെയിമിൽ അവിടെ ഗ്രൂപ്പിസം കൊണ്ടുവന്നത് വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇവിടെ നൂറ കറക്റ്റായിട്ട് ഇവിടെ ആദിലേക്ക് ചൂണ്ടിക്കാണിച്ച് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് റൗണ്ടിലും നീ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, എന്റെ ബാസ്ക്കറ്റിലേക്ക് ബോൾ കൊണ്ടിടുന്നത് ഞാൻ കണ്ടു, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ മുഖത്ത് നോക്കി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആദില തിരിച്ചും സംസാരിക്കുന്നുണ്ട്, എന്നെ ഒരു മണ്ടിയായിട്ട് കാണണ്ട, ഇവിടെ പലരും പറയും, അതൊന്നും നമ്മൾ കാര്യമാക്കേണ്ട കാര്യമില്ല, ഞാൻ എൻ്റെ ഗെയിം കളിക്കും എന്നൊക്കെ ആദില നൂറയോട് സംസാരിക്കുന്നുണ്ട്. അതായത് ആദിലയ്ക്ക് നൂറയെ ജയിപ്പിക്കാൻ വേണ്ടി കളിച്ച ഒരു ഗെയിമാണ്. പക്ഷേ അതൊരു ഗ്രൂപ്പിസം അല്ലെങ്കിൽ അതൊരു ഇൻഡിവിജ്വൽ ഗെയിം അല്ല, അതൊരു ഡേർട്ടി ഗെയിമായിട്ടാണ് നമ്മൾ കാണുന്ന പ്രേക്ഷകർക്ക് തോന്നുന്നത്. എന്തായാലും ഇവർ ഇൻഡിവിജ്വൽ ഗെയിമേഴ്സ് ആണ്, ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെയാണ് കളിക്കേണ്ടത്. എന്തായാലും ഇന്ന് കളിച്ച ഈ ഒരു ഗെയിം എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല, ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. കാരണം ഒരാൾ മറ്റൊരാളെ ജയിപ്പിക്കുക എന്ന് പറയുന്നത് മറ്റുള്ളവരൊക്കെ മണ്ടന്മാരായി പോകുന്ന ഒരു അവസ്ഥയാണ്. എന്തായാലും നൂറയ്ക്ക് അതായത് ഇൻഡിവിജ്വലായിട്ട് കളിക്കണമെന്നുണ്ട്. പക്ഷെ ആദില അതിനൊരു വിലങ്ങ് തടിയായി അല്ലെങ്കിൽ ആ നൂറയെ ജയിപ്പിക്കാൻ വേണ്ടി ഒരു സ്വാർത്ഥ താല്പര്യം പോലെ ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അതാണ് നൂറയ്ക്ക് ഇഷ്ടപ്പെടാത്തത്. എന്തായാലും ഇവർ തമ്മിൽ ആ ഒരു പ്രശ്നം ഉച്ചയ്ക്ക് സംസാരിച്ച് ആ ഒരു പ്രശ്നം സോൾവ് ആയിട്ടുണ്ട്. എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ ഇനിയും 2 ദിവസം കൂടെ ഈ ഒരു ഗെയിം ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഇൻഡിവിജ്വലായിട്ട് കളിച്ച് നല്ലൊരു ബെസ്റ്റ് ഔട്ട്പുട്ട് കൊടുക്കാൻ അവർക്ക് സാധിക്കട്ടെ. എന്തായാലും ഈ ഒരു വിഷയത്തിൽ കാണുന്ന നിങ്ങൾക്കുള്ള അഭിപ്രായം എന്തായാലും ഒന്ന് കമന്റ് ചെയ്യുക.